KS രഞ്ജിത്ത് എഡിറ്റ് ചെയ്ത് ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച ചിന്തിക്കുന്ന യന്ത്രം നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ആലോചനകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും തുടർന്ന് നിർമ്മിത ബുദ്ധിയും സർഗാത്മകതയും എന്ന വിഷയത്തിലുള്ള ചർച്ചയുമാണ് ഇപ്പോൾ വിഷയത്തിന്മേലുള്ള ചർച്ചയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തിൻ്റെ ഒരു മൾട്ടി ഡിസിപ്ലിനറി സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തത്വചിന്തകർ, സാമൂഹിക ശാസ്ത്രജ്ഞർ, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള എഴുത്തുകാർ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. വർത്തമാനകാലത്ത് നിർമ്മിത ബുദ്ധി വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മാനവചരിത്രത്തിൽ തീയും വൈദ്യുതിയുമൊക്കെ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കാൾ വലുതാകും നിർമ്മിത ബുദ്ധി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന അവകാശവാദങ്ങൾക്ക് എത്രത്തോളം വസ്തുതയുണ്ട്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഉൽപ്പാദന മേഖലയിൽ, തൊഴിൽ രംഗത്തും ഇവ വരുത്താൻ പോകുന്നത്? ഇതിന് പിന്നിലെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടൽ കൂടിയാണ് ഈ പുസ്തകം. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്തരമൊരു വിഷയം സംസാരിക്കുന്ന ആദ്യ ഗ്രന്ഥമായിരിക്കാം ഇത്. ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും കേരളത്തിൽ അറിയപ്പെടുന്ന തത്വശാസ്ത്രജ്ഞനുമായ ഡോക്ടർ TV മധു, CDTലെ ബയോ ഇൻഫർമാറ്റിക്സ് ഡയറക്ടറും കേരള യൂണിവേഴ്സിറ്റി പ്രൊഫസറും ആയിരുന്ന ഡോക്ടർ അച്ചുശങ്കർ S, ചിന്ത പബ്ലിഷേഴ്സ് എഡിറ്റർ KS രഞ്ജിത്ത് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സംസാരിക്കാൻ ചിന്ത പബ്ലിഷേഴ്സ് എഡിറ്റർ KS രഞ്ജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. മോഡറേറ്ററായി. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഇന്ന് ഇവർ രണ്ടുപേർ തമ്മിലുള്ളൊരു സംഭാഷണത്തിൻ്റെ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഷയം നിർമ്മിത ബുദ്ധിയും സർഗാത്മകതയും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ChatGPT എന്നുള്ള വളരെ ജനറിക് AI പ്ലാറ്റ്ഫോം വളരെ പോപ്പുലറായതിനു ശേഷം അതുപോലെ ഒട്ടനവധി AI അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ദൃശ്യ മാനിപ്പുലേറ്റിംഗ് സോഫ്റ്റ്വെയറുകളും അതുപോലെ വളരെ പോപ്പുലറായി കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് CDTയിൽ വെച്ച് നമ്മളൊരു ചെറിയ പ്രോഗ്രാം ചെയ്തിരുന്നു, ഒരു 10 മിനിറ്റുള്ള. അന്നത്തെ ഈ ഡീപ് ബ്ലൂ എന്നുള്ള കമ്പ്യൂട്ടർ അന്നത്തെ ലോക ചാമ്പ്യനായിരുന്ന കാസ്പ്രോവിനെ ചെസ്സിൽ പരാജയപ്പെടുത്തിയ സമയത്ത് ഒരു വലിയ ചർച്ച നടന്നിരുന്നു, കമ്പ്യൂട്ടർ വേഴ്സസ് ഹ്യൂമൻ എന്നുള്ള സംഭവം. അന്ന് ആ ചെറിയ പ്രോഗ്രാം അന്വേഷിച്ചത് ഹ്യൂമൻ എസെൻസ് എന്നൊരു സംഗതി ഉണ്ടോ എന്നുള്ളതാണ്. ഒരു മനുഷ്യന് മാത്രമായിട്ട് സ്വായത്തമായിട്ടുള്ള ഒരു എസെൻസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ചോദ്യം. അന്ന് പക്ഷേ അത് പ്രോഗ്രാം ചെയ്ത സമയത്ത് ഈ ഒരു വാക്കുപോലും ഇല്ല. ഞാനിപ്പോൾ നിർമ്മിത ബുദ്ധി എന്നൊരു വാക്കുപോലും നമ്മുടെ ചെയ്ത ആൾക്കാരിലും ചോദിച്ച ആൾക്കാരിലും ഒന്നും ആ സംഭവമല്ല. ഇന്ന് നിർമ്മിത ബുദ്ധി വളരെ പോപ്പുലറാണ്. ഒരുപക്ഷെ 1 വർഷം മുമ്പ് 1.5 വർഷം വന്നു മധുവിടെ CDTയിലെ ഒരു പരിപാടി നമ്മൾ ലെക്ചർ ചെയ്തു. അന്ന് ഞാൻ ഈ ChatGPTയെക്കുറിച്ച് പറയുമ്പം വേദിയിരുന്ന ഒരാൾ പോലും അവരുടെ മൊബൈലിനകത്ത് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പലരും അപ്പം പറയുമ്പോൾ എടുത്ത് നോക്കിയിട്ട് സംഭവം ചെയ്യുക ചെയ്യുന്നത്. ഇന്നിപ്പം നമ്മുടെ വാട്സാപ്പിനകത്ത് AI നിർമ്മിത സെർച്ച് എൻജിൻ വന്നു കഴിഞ്ഞു. നമ്മളെല്ലാവരുടെയും കയ്യിൽ AI നിർമ്മിത ടൂൾ വന്നു കഴിഞ്ഞു. ആ ഒരു കാലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രത്യേക സെഷനകത്തുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ചോദ്യം 2 ആംഗിളിൽ നിന്ന് അതിനെ സമീപിക്കുകയാണ്. മധു ഒരു ഫിലോസഫിയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രശ്നത്തെയും നോക്കിക്കാണുന്നത്. ഫിലോസഫേഴ്സിന് എന്താ ഇതൊരു സാങ്കേതിക വിദ്യ മാത്രമായിട്ടുള്ളൊരു സംഗതിയായിട്ട് ഇതിനെ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വെച്ചാൽ, പക്ഷേ അന്വേഷണങ്ങളിലൊന്നും ഫിലോസഫേഴ്സ് ഇൻവോൾവ് ആയിരുന്നു. 1950 MIT ഇങ്ങനെ ഒരു നിർമ്മിത ബുദ്ധി പ്രോജക്റ്റിന് വേണ്ടി ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡ്രെഫ്യൂസ് എന്നുള്ള ഫിലോസഫർ അതിനകത്ത് ഇൻവോൾവ് ആണ്. അയാളുടെ സഹോദരൻ അവിടെ വേറെ കമ്പ്യൂട്ടർ സയൻസിലെ വേറെ ഡ്രെഫ്യൂസ് ഉണ്ട്, സ്റ്റുവർട്ട് ഡ്രെഫ്യൂസ്, അയാൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. ഈ ഫിലോസഫർ ഇൻവോൾവ്, അങ്ങനെ വലിയൊരു ടീമാണ് ഒരു ഇതിനകത്തുണ്ടായിരുന്നത്. ഇപ്പോൾ കോഗ്നിറ്റീവ് സയൻസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ അടക്കം, ഈ ഫിലോസഫേഴ്സ് അടക്കം പല ആൾക്കാർ പല തലങ്ങളിൽ നിന്ന് ചേർന്നുകൊണ്ടുള്ള ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. എന്താണ് ചിന്ത, എന്താണ് ഭാഷ, അതിൻ്റെ അതിർത്തികൾ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ആ ഒരു ശ്രേണിയിൽപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എൻ്റെ ഒരു ധാരണ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഫിലോസഫേഴ്സിന് മാത്രം കഴിയുന്നൊരു സംഗതി ആയിരിക്കാം ആ ഒരു സംഗതി. ഇപ്പം ഇതിന് മനുഷ്യനെ പോലെ
ഒരു നോവൽ എഴുതാൻ, ഒരു ചിത്രം വരയ്ക്കാൻ ഇതിന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഒരു ഫണ്ടമെൻ്റലായിട്ട് ഒരു നമ്മൾ സാധാരണ ആൾക്കാരുടെ മുന്നിൽ ഉയർന്നു വരാൻ പറ്റിയ ചോദ്യം. അച്യുശങ്കർ സാറ് ഇതിനെ കമ്പ്യൂട്ടർ സയൻസിനെ വളരെ പോപ്പുലറായി അവതരിപ്പിക്കുന്നതിനും ആൾക്കാരെ ഇത് പഠിപ്പിക്കുന്നതിനും ആയിട്ട് സാറിൻ്റെ എഴുത്തുകളും എല്ലാം ഏറ്റവും അധികം നമ്മളെല്ലാം വളരെ സുപരിചിതരാണ് ആ ഒരർത്ഥത്തിൽ. അപ്പോൾ ഒരു ഫിലോസഫർ വേഴ്സസ് ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് എന്നുള്ള ആംഗിളിൽ ഈ ഒരു പ്രശ്നത്തിനകത്ത് നിങ്ങളുടെ സംഭാഷണം ഈ വിഷയത്തിൻ്റെ കുരുക്കളഴിക്കാനായിട്ട് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ തുടങ്ങാം. ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാം, നിൽക്കാം. അപ്പം മധു ആദ്യം തുടങ്ങി വയ്ക്കും. 4-മത്തെയോ 5-മത്തെയോ സാഹിത്യ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് യന്ത്രം എന്നുള്ള വിഷയം വന്നത്. ഇതിന് വലിയ അത്ഭുതമുള്ള കാര്യമാണ്. പക്ഷേ മുമ്പ് ഒരു 2-3 വർഷം മുമ്പ് ഒരു സാഹിത്യ സദസ്സിൽ യന്ത്രം വരേണ്ട കാര്യമില്ല. യന്ത്രത്തിന് വലിയ കാര്യമില്ലാത്തൊരു വേദികളാണ് സാഹിത്യ സദസ്സുകൾ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. പക്ഷേ ഈ വർഷമാണ് വളരെ പ്രകടമായി ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ മുഴുവൻ യന്ത്രം കടന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് അതുതന്നെയായിരിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. സർഗാത്മകതയും യന്ത്രവും എന്നുള്ള ഏതാണ്ട് ആ വിഷയത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് പല ഫെസ്റ്റിവലുകളിലും ചർച്ചകളുണ്ടായത്. അപ്പം നമ്മുടെ ഈ സർഗാത്മകതയെക്കുറിച്ചുള്ള സങ്കല്പത്തിന്, അതിൻ്റെ ഭദ്രതയ്ക്ക് എന്തോ ഒരു വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ യന്ത്രം മാറിയിട്ടുണ്ട് എന്നതായിരിക്കാം ഇതിൻ്റെ ഒരു ചർച്ചയുടെ ഒരു പരിസരം എന്ന് പറയുന്നത്. ഈ രഞ്ജിത്ത് പറയുന്നത് വളരെ ശരിയാണ്. ഈ മേഖലയിലുള്ള പഠനങ്ങൾ, ഗവേഷണങ്ങളിൽ തത്വചിന്തയുടെ ചില തരത്തിലുള്ള ഇൻപുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് പണ്ട് ഫിലോസഫി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന മേഖല, പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിലോസഫി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സ്, ഒരു പേപ്പറോ ഒക്കെ ഉണ്ട്. ഇന്ന് ഫിലോസഫി ഓഫ് മൈൻഡ് എന്നുള്ളത് കോഗ്നിറ്റീവ് സയൻസ് ആയിട്ട് മാറി. ഏതാണ്ട് ആ പേര് തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഫിലോസഫി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നില്ലാതെ കോഗ്നിറ്റീവ് സയൻസിലേക്ക് മാറി. കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പല മേഖലകൾ, ലിംഗ്വിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഫിലോസഫിയും സൈക്കോളജിയും ഒക്കെ കൂടുന്ന ഒരു അന്തരനുശീലന, ഒരു ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു റിസർച്ച് ഏരിയ ആയിട്ട് മാറുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ യന്ത്രം തത്വചിന്തയും തമ്മിലുള്ള ഒരു ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഈ യന്ത്രവും സർഗാത്മകതയും എന്നുള്ള വിഷയവും ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ യന്ത്രം എന്ന് പറയുന്ന ആശയത്തിന് സംഭവിച്ചിട്ടുള്ളൊരു മാറ്റവും മനുഷ്യൻ എന്ന് പറയുന്ന ആശയത്തിന് സംഭവിച്ചിട്ടുള്ള മാറ്റവും, ഇത് രണ്ടും വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, യന്ത്രമല്ലാതായി മാറിയ ഒരു ഘട്ടമായിരുന്നു. യന്ത്രം യാന്ത്രികമല്ലാതായി മാറിയ ഒരു ഘട്ടം. കാരണം യാന്ത്രികതയെപ്പറ്റിയുള്ള പഴയ സങ്കല്പം, യന്ത്രത്തെപ്പറ്റിയുള്ള പഴയ സങ്കല്പം, നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ യന്ത്രത്തെ കണ്ടിരുന്ന ആ യാന്ത്രികത ക്കപ്പുറത്തേക്ക് യന്ത്രത്തിന് പോകാൻ പറ്റുന്നു എന്നാണ്. യന്ത്രം യാന്ത്രികമല്ലാതായി മാറുന്ന ഒരു സവിശേഷമായ ഒരു ഘട്ടമായിരിക്കും ഒരു പക്ഷേ ഈ ജനറേറ്റീവ് AI എന്ന് പറയുന്ന ആശയത്തിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. യന്ത്രത്തിന് തന്നെ യാന്ത്രികമല്ലാതാവാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം അതിൽ ചെറിയൊരു പന്തികേടുണ്ട് ആ ചോദ്യത്തിൽ. പക്ഷെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യരല്ലാതായി മാറുന്ന ഒരു ഘട്ടവും, ഇത് രണ്ടും അതിൽ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മനുഷ്യരെ പറ്റിയുള്ള സാധാരണ രീതിയിലുള്ള മനുഷ്യനെ പറ്റിയുള്ള, ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഹ്യൂമൻ എസെൻസിനെ പറ്റി, മനുഷ്യപ്രകൃതത്തെപ്പറ്റിയൊക്കെയുള്ള, ഹ്യൂമൻ നേച്ചറിനെ പറ്റിയൊക്കെയുള്ള ഈ സങ്കല്പങ്ങളിൽ വന്ന മാറ്റം. അപ്പോൾ ആ അർത്ഥത്തിൽ മനുഷ്യൻ തന്നെ മനുഷ്യരല്ലാതായി മാറുകയും യന്ത്രം തന്നെ യാന്ത്രികമല്ലാതായി മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് തോന്നുന്നു. ഞാൻ ഈ പുസ്തകത്തിലെഴുതിയ കുറിപ്പിൻ്റെ തലക്കെട്ട് മനുഷ്യരായി നടക്കേണ്ടി വന്ന യന്ത്രങ്ങൾ എന്നാണ് ഞാൻ അതിലെഴുതിയിട്ടുള്ളത്. AI സത്യത്തിൽ മനുഷ്യരായി നടക്കേണ്ടി വന്ന യന്ത്രങ്ങളാണെന്ന് തോന്നുന്നു. റോബോ എന്ന് പറയുന്നത് മനുഷ്യരായി നടക്കേണ്ടി വന്ന യന്ത്രങ്ങളാണ്. KGSൻ്റെ കവിതയെ പറഞ്ഞ പോലെ കഴുതയായി നടക്കേണ്ടി വന്ന കുതിരകൾ എന്ന് പറയുന്ന പോലെ
ഒരു യന്ത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുപോലെ യന്ത്രങ്ങളായി നടക്കേണ്ടി വന്ന മനുഷ്യരുടെയും കാലമാണ്. ഈ ഒരു ഘട്ടമായിരിക്കും ചിലപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നം. യന്ത്രവും സർഗാത്മകതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഞാനത് പല വേദികളിൽ പറഞ്ഞ ഒരു ആശയമാണ്, ഈ നൂറ്റാണ്ടിൻ്റെ ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ പറയേണ്ടി വരും. അത് നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നിർമ്മിത ബുദ്ധിയെ സംബന്ധിക്കുന്ന പ്രാഥമികമായ ആലോചനകളും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 40കളിലും 50കളിലൊക്കെ ഈ ചിന്തിക്കുന്ന യന്ത്രം എന്ന് പറയുന്ന ആശയം തന്നെ സത്യത്തിലുണ്ടാവുന്ന 50കളിലാണ്. 49 മറ്റോ ആണ് ട്യൂറിങ്ങിൻ്റെ ഈ യന്ത്രം ചിന്തിക്കുമോ എന്നുള്ള ചോദ്യം വരുന്നത്, അലൻ ട്യൂറിങ്ങിൻ്റെ. അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇതാണ്, ക്യാൻ മെഷീൻസ് തിങ്ക് എന്നുള്ളതാണ്. തിങ്കിങ് എന്നുള്ളത് ഇൻ്റലിജൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ. അപ്പോൾ അന്ന് മുതലേ ഉള്ള ഒരു ആശയമാണ് സത്യത്തിൽ നിർമ്മിത ബുദ്ധി. ആ പേരില്ലെങ്കിൽ പോലും ആ ഒരു ആശയം എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിലാണ്, ഈ നൂറ്റാണ്ടും അല്ല, ചിലപ്പോൾ ഒരു 10 വർഷത്തിനിടയ്ക്കായിരിക്കും ചിലപ്പോൾ അതൊരു വലിയൊരു ദാർശനിക പ്രശ്നമായിട്ട് മാറിയതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പണ്ട് കാമുവൊക്കെ പറയുന്നുണ്ട്, ആത്മഹത്യയാണ് ഫിലോസഫിയുടെ ഒരു നൂറ്റാണ്ടിൻ്റെ ദാർശനിക പ്രശ്നം, ഫിലോസോഫിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് അതാണ്. അതുപോലെ ഈ നൂറ്റാണ്ടിൻ്റെ ഒരു ദാർശനിക പ്രശ്നമായിരിക്കും യന്ത്രം എന്ന് പറയുന്നത്. കാരണം യന്ത്രം അത്രത്തോളം ഒരു ഫിലോസോഫിക്കൽ, ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതായിരിക്കും ഒരുപക്ഷെ തത്വചിന്തയും ഈ പറഞ്ഞ മേഖലയുമായിട്ടുള്ള ഒരു വലിയ സംവാദത്തിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. ഇതിലെനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച ChatGPT പോലെയുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റ് ടു ഇമേജ് എന്ന് പറയുന്ന പുതിയ രീതിയിലുള്ള ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കാര്യങ്ങളും ഒരു യന്ത്രത്തിനൊരു സർഗാത്മക ജീവിതം ആരംഭിച്ചു. ചിലപ്പോൾ അതിൻ്റെ പ്രാഥമിക ഘട്ടം ആയിട്ടുണ്ടാവുള്ളൂ. ഒരു സർഗാത്മക ബുദ്ധിജീവിതമുള്ള ഒരു സാധനമായിട്ട് യന്ത്രം മാറുന്നു. ഈ സർഗാത്മകത എന്നുള്ള വാക്ക് ഈ പല സദസ്സുകളിലും അവതരിപ്പിക്കുമ്പോഴും അത് പലർക്കും അങ്ങനെ മെഷീൻ സർഗാത്മകമാവുക എന്നുള്ള ആശയത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഒരു മെഷീൻ ക്രിയേറ്റീവ് ആവുക എന്ന് പറയുന്നത് മെറ്റഫോറിക്കലി മാത്രമേ പറ്റൂ, അല്ലാതെ മെഷീൻ അങ്ങനെ ക്രിയേറ്റീവ് ആവാൻ പറ്റുന്ന ഒരു സാധനമല്ല. കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രം സിദ്ധിച്ചിട്ടുള്ള ഒന്നാണ് എന്നുള്ള ഒരു മനുഷ്യപക്ഷപാതിത്വമുള്ളവരാണ് നമ്മളൊക്കെ, എല്ലാ മനുഷ്യരും. കാരണം മനുഷ്യൻ്റെ സവിശേഷമായൊരു സിദ്ധിയാണ് സർഗാത്മകത, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ സാധാരണ അതിന് പറയാറുള്ളത് പല തലത്തിൽ സർഗാത്മകതയെ കാണാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ മുമ്പില്ലാത്ത ഒന്ന് പുതുതായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് സർഗാത്മകമാവുക, ക്രിയേറ്റീവ് ആവുക എന്ന്. ഏറ്റവും ബിബ്ലിക്കലായിട്ടുള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് നിഹിലോ എന്നുള്ള അർത്ഥത്തിൽ ടു ക്രിയേറ്റ് സംതിങ്, ടു മേക്ക് സംതിങ് ഔട്ട് ഓഫ് നത്തിങ് ആണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. മുമ്പ് അതുണ്ടാവരുത്. അപ്പോൾ അത് മനുഷ്യൻ്റെ സൃഷ്ടിയായിരിക്കും ചിലപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും ഉദാത്തമായ ആദ്യത്തെ ഇതായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഒരു ദൈവികമായൊരു സ്പർശമുള്ള ഒരു വിരുദായിട്ടാണ് സർഗക്രിയയെ നമ്മൾ കാണാറുള്ളത്. ഒരു മാന്ത്രികതയുണ്ട്, ഒരു മാജിക്കലായിട്ടുള്ള ഒന്നുണ്ട്, ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഒന്നിനെ ഉണ്ടാക്കുന്ന ഒരു മാജിക് അതിലുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ബുദ്ധിയിലും മനുഷ്യരിലും ഈ ദൈവത്തിൻ്റെ ഈ ഒരു മാന്ത്രികത ഈ പിന്നെ മനുഷ്യരുടെ ബുദ്ധിയിലുണ്ട് എന്നുള്ളതിൽ കൊണ്ടാണ് മനുഷ്യരുടെ ബുദ്ധി തന്നെ ക്രിയേറ്റീവാണ്, നമ്മുടെ മസ്തിഷ്കം തന്നെ ക്രിയേറ്റീവാണ്. വളരെ കുറച്ച് സ്വീകരിക്കുകയും കുറേ ഉണ്ടാക്കുകയും ചെയ്യുന്ന, ഇപ്പോൾ ചോംസ്കിയൊക്കെ പറയുന്ന അനുസരിച്ച് ജനറേറ്റീവ് എന്നുള്ള വാക്ക് തന്നെ അങ്ങനെയാണ്, ജനറേറ്റീവ് ഗ്രാമർ എന്നാണല്ലോ പറയുന്നത്. പക്ഷേ വളരെ കുറച്ചേ നിങ്ങൾ റിസീവ് ചെയ്യുന്നുള്ളൂ, പക്ഷേ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കുക. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരൊറ്റ ഇതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ അർത്ഥത്തിൽ, നമ്മളുടെയൊക്കെ ബ്രെയിൻ തന്നെ ക്രിയേറ്റീവാണ് എന്നുള്ള ഒരാശയം. അതിപ്പോൾ പല രീതിയിൽ, ഇപ്പോൾ കലാപരമായ സൃഷ്ടികളിൽ മാത്രമല്ല ഭാഷയിൽ തന്നെ, നമ്മുടെ ഭാഷാപരമായ ഇതിലൊക്കെ ഈ ക്രിയേറ്റിവിറ്റിയുടെ അംശമുണ്ട് എന്നുള്ള ഒരു ധാരണ പിന്നീട് ഉണ്ടാവുക ഒക്കെ ഉണ്ടായി. ഇപ്പം ആണ് യന്ത്രത്തിലായ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക എന്നുള്ളത്. അതായത് യന്ത്രത്തിന് ഒരു നിയമാനുസാരിയായി പ്രവർത്തിക്കുക മാത്രമല്ല യന്ത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യന്ത്രം യാന്ത്രികമല്ലാതായി മാറുന്നു എന്ന് പറയുന്നത്. നിയമാനുസാരിയായി പ്രവർത്തിക്കുന്ന, നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥ എന്നുള്ളതിൽ നിന്ന് നിയമത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ, ഞാനതിനെ അരാജകം എന്നൊരു വാക്കാണ് ഉപയോഗിക്കാറ് സാധാരണ. ഒരു അനാർക്കിക് മെഷീൻ അനാർക്കിക് ആവാൻ പറ്റുമോ എന്നുള്ളത്. അത് അനാർക്കി എന്ന് പറഞ്ഞാൽ മുഴുവൻ അർത്ഥത്തിലല്ല ഈ പറയുന്നത്. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു യന്ത്രത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ തന്നെ
ഈ പറഞ്ഞ ഒരു നിയമം തെറ്റിക്കുകയും നിയമം ലംഘിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിലല്ല. നമുക്കറിയാം പ്രോഗ്രാംഡാണ്, പല കാര്യങ്ങളും ഫീഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ദാലി പെയിൻറ്റ് ചെയ്യുമ്പോൾ ലോക ചിത്രകലാ ചരിത്രം മുഴുവൻ അതിൽ ഫീഡ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് അതിന് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. മറു ചോദ്യമുണ്ട്, നിങ്ങളുടെ ബ്രെയിനും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഒരുപാട് ചിത്രകലയുടെ സങ്കേതങ്ങൾ, പലതരത്തിലുള്ള വരയുടെ ചരിത്രമൊക്കെ ഫീഡ് ചെയ്യപ്പെട്ട ഒരു വിരലിന് മാത്രമേ, അല്ലെങ്കിൽ ഒരു ബ്രെയിനിന് മാത്രമേ ചിലപ്പോൾ ഒരു പുതിയ സൃഷ്ടി നടത്താൻ പറ്റും. അപ്പോൾ ഏത് സൃഷ്ടിയിലുള്ള ഒരു കാര്യമായിരിക്കും അത്. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. അത് എത്രത്തോളം അത് നിയമം ലംഘിക്കുന്ന ഒരു സംഗതിയാണ് യന്ത്രത്തിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ചർച്ചയുടെ പരിസരത്തിലാണ് നമ്മൾ ഈ ഒരു ഉത്കണ്ഠകൾ പങ്കുവെക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിൽ ഇപ്പോൾ സാഹിത്യ സദസ്സുകളിലോ അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ പ്രധാനമായിട്ടും ഇത് ഉന്നയിക്കപ്പെട്ടുള്ളത് ഒരു വലിയൊരു പേടിയിൽ നിന്നാണ്. പേടി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന വലിയൊരു ഉത്കണ്ഠയുണ്ട്. അപ്പോൾ ആരും ഇത് സമ്മതിക്കില്ല. കാരണം സർഗാത്മകതയെ ഒരു മെഷീൻ ഒരിക്കലും അനുകരിക്കാൻ, അത് വേണമെങ്കിൽ അനുകരിക്കാൻ മാത്രമേ പറ്റൂ. ഈ പറഞ്ഞ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ. പക്ഷേ അതിന് ക്രിയേറ്റീവ് ആവാൻ പറ്റില്ല. ക്രിയേറ്റീവ് ആണ് എന്ന പോലെ അഭിനയിക്കാൻ പറ്റും, പക്ഷേ ക്രിയേറ്റീവ് ആവാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ രഞ്ജിത്ത് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പിക്കാസോനെ പോലെ പെയിൻറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ പിക്കാസോ ആയി മാറാനൊരു മെഷീന് പറ്റില്ല. പറഞ്ഞാൽ നിങ്ങൾ നിയമത്തെ ലംഘിച്ചുകൊണ്ടൊരു പിക്കാസോൻ്റെ ഒക്കെ പെയിൻറ്റിങ്ങിൻ്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ പിക്കാസോൻ്റെ ആദ്യത്തെ പെയിൻറ്റിങ് ഈ പറഞ്ഞ പോലെ എല്ലാവരും തള്ളിക്കളഞ്ഞൊരു പെയിൻറ്റിങ്ങാണ്. അതാണ് ക്യൂബിസ്റ്റ് ചിത്രകല ആരംഭിക്കുന്നത്. ആദ്യത്തെ പെയിൻറ്റിങ് ഞാൻ പേര് ഓർക്കുന്നില്ല. ഈ പെയിൻറ്റിങ് ചിത്രകലാ ചരിത്രത്തിനുള്ളിൽ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടൊരു ഇമേജ് ആയിരുന്നു അത്. കാരണം എല്ലാ നിയമങ്ങളും പാരമ്പര്യങ്ങളും ക്രമങ്ങളും അനുശീലന ക്രമങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വളരെ അരാജകമായ ഒരു സംഗതിയാണ് ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തെ ആ ക്രിയേറ്റിവിറ്റി. ഒരു മെഷീൻ അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി സാധ്യമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് സാധാരണ ആളുകൾ ചോദിക്കുന്നത്. അത് നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ആ ഒരു യന്ത്ര പേടിയുടെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കില്ല ഒരുപക്ഷെ യന്ത്രവും ഈ സർഗാത്മകതയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള ഈ ഒരു പ്രശ്നം എന്ന് ഞാൻ ആമുഖമായിട്ട് ഇത്ര മാത്രം ഇപ്പോൾ പറയുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ അത് തുടരാൻ തോന്നും. സാർ ഇതിനോട് എനിക്ക് ആദ്യം തോന്നിയ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ വേറൊരു വിഷയം ചിലപ്പോൾ നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടേക്കാം എന്നെനിക്ക് അങ്ങ് സംസാരിച്ചപ്പം തോന്നി. റോബോട്ടുകൾ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലം വരികയും, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യയാണ് നമ്മുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ചോദ്യം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളത് തികച്ചും സംഭവ്യമാണെന്ന് എനിക്കിപ്പോൾ സാങ്കേതികവിദ്യയെക്കുറിച്ച് സംസാരിക്കുവാൻ തോന്നുന്നു. അങ്ങ് സംസാരിച്ചതിനോട് പൊതുവിൽ എനിക്ക് മനസ്സിലാക്കാനും അതിനോട് യോജിപ്പുമാണ്. ഈ സർഗാത്മകത എന്ന് പറയുന്ന കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ChatGPT പോലുള്ള സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ടൊരു വ്യത്യാസം, മനുഷ്യൻ നമ്മളോടിപ്പോൾ കവിത എഴുതാൻ പറയുന്നില്ല, ആരും പിക്കാസോയോട് ചിത്രം വരയ്ക്കാൻ പറയുന്നില്ല. അവർക്ക് ചിത്രം വരയ്ക്കാൻ തോന്നുകയാണ്, അവർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ റൂൾ ബ്രേക്ക് ചെയ്യാനായിട്ട് തന്നെ തോന്നുകയാണ്. പക്ഷേ ഇന്നും നിർമ്മിത ബുദ്ധിയുടെ ഒരു ചെറിയ അംശം മനുഷ്യൻ്റെ കയ്യിലാണ്. ആ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു കൂലിക്ക് എഴുതുന്ന സാഹിത്യകാരനോ അല്ലെങ്കിൽ ചിത്രകാരനോ കൂലിക്ക് ചിത്രം വരയ്ക്കുന്നയാളോ മാത്രമായിട്ടേ തൽക്കാലം നമുക്ക് സങ്കല്പിക്കാനൊക്കുള്ളൂ. കാരണം ആ പ്രോംപ്റ്റിന് വളരെ വലിയ ഒരു മൂല്യമുണ്ട്. പക്ഷെ ഒരു മഹാനായ സൃഷ്ടാവും അങ്ങനെയല്ല. അവരുടെ ആരെങ്കിലും ചെന്ന് നീ ഇന്നതുപോലൊരു പടം വരയ്ക്കും, ഇന്നപോലെ കവിത എഴുതെന്ന് പറഞ്ഞിട്ട് എഴുതുന്നതല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ സർഗശേഷിയുടെ ഒരു മൗലികതയെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു പാർട്ട്ണർ, മനുഷ്യൻ്റെ അല്ലെങ്കിൽ സർഗസൃഷ്ടി നടത്തുന്നതിനുള്ള ഒരു പാർട്ട്ണറായിട്ടാണ്. അങ്ങനെയെങ്കിലും ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ അവസ്ഥ, വികാസം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 30 വർഷമായിട്ട് ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ അത്ഭുത സ്തബ്ധനാണ്. ഇതെങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതികവിദ്യയൊക്കെ നമുക്കറിയാം, തിയറിയൊക്കെ അറിയാം. ശരിക്കും ഒരിക്കലും അത് ഓരോ തവണ അത് ഒരു പ്രകടനം നടത്തുമ്പോഴും അത് ഈ പഠിച്ച തിയറിയുമായിട്ട്, ഫങ്ഷൻ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഗണിതശാസ്ത്രത്തിലെ ഒരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാരണവശാലും അതിനെ തമ്മിൽ ബന്ധപ്പെടുത്തി സ്വസ്ഥമാകാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള അത്ഭുതത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു 10 വർഷം 20 വർഷത്തിനകം മനുഷ്യശേഷിയുടെ 2 3 അതിലോ കൂടുതൽ മടങ്ങ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. സർഗശേഷിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കതിൽ ചില ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ കാണും. ഇപ്പം കമ്പ്യൂട്ടറിന് സർഗശേഷി ഉണ്ടോ, എഴുതിയ കവിക്കുണ്ടോ എന്ന് നമുക്കറിഞ്ഞൂടാ. നമുക്ക് അത് തോന്നുന്നത്, കവിത എഴുതിയ കവിക്ക് സർഗശേഷി ഉണ്ടെന്ന് തോന്നുന്നത് അത് വായിച്ചപ്പം നമുക്ക് വളരെ
ഉദാത്തമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അത് നിങ്ങളുടെ ഗുണമായിരിക്കാം. ചിലപ്പോൾ പൊട്ടക്കവിത വായിച്ചാലും ചിലപ്പോൾ വളരെ വലിയ ജീവിതാനുഭവമുള്ള ഒരാൾക്ക് അതിൽ പുതിയ മാനങ്ങൾ കണ്ടെത്താനും പുതിയതായിട്ട് പ്രതികരിക്കാനും സാധിച്ചു എന്ന് വരാം. അപ്പോൾ ആ അടിസ്ഥാനപരമായിട്ട് സാങ്കേതികവിദ്യയ്ക്ക് ഒരു സർഗശേഷിയെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ഡോക്ടർ മധു ചൂണ്ടിക്കാണിച്ച പോലെ സാങ്കേതികവിദ്യ വിദഗ്ധർ കുറച്ച് വൈദഗ്ധ്യം കൂടിയതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഈ ചർച്ച ഒരിക്കലും അവസാനിക്കില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു സാമൂഹിക ശാസ്ത്ര ചർച്ചയിൽ അവരുടെ ഗവേഷണം തടസ്സപ്പെടും എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ടതെന്നുള്ളതാണ്. അതായത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇതിന് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന്. ബുദ്ധിയുള്ളതായി കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും ഒക്കെ തോന്നുകയാണെങ്കിൽ അതിനെ ബുദ്ധിയുള്ളതായി ഞങ്ങൾ പരിഗണിക്കും എന്ന് പറഞ്ഞ് ആ വിഷയത്തെ അടച്ചു കളഞ്ഞു എന്നാണ് ട്യൂറിംഗ് ടെസ്റ്റിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്തോ, ഞങ്ങൾക്കത് ഈ വിഷയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഈ നമ്മുടെ നോബൽ സമ്മാനം കിട്ടിയ സമയത്ത് ഇത്തവണത്തെ നോബൽ സമ്മാനം ഫിസിക്സിൽ കൊടുത്തിരിക്കുന്നത് ഹിൻഡൻ എന്ന് പറഞ്ഞ് സയൻറ്റിസ്റ്റിനാണ് കൊടുത്തത്. ഇവിടെ തർക്കമുണ്ട് അത് ഫിസിക്സിൽ കൊടുക്കേണ്ടതാണോ എന്നൊക്കെ. അദ്ദേഹം നോബൽ സമ്മാനം കിട്ടിയ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ വിമർശിച്ചത് ചോംസ്കിയാണ്. കാരണം ചോംസ്കി ഈ സാങ്കേതിക വിദ്യയെ ChatGPT എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യയെ എൻ്റെ അഭിപ്രായത്തിൽ അകാരണമായി വിമർശിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് ചേരുന്ന അനുയോജ്യമായിട്ടുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ അതിനെ പാലിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്കതിനോട് ഒട്ടും തന്നെ യോജിപ്പ് തോന്നിയില്ല. അദ്ദേഹം നിർഭാഗ്യവശാൽ പിന്നീട് ചർച്ചകളിലൊന്നും പങ്കെടുക്കാനൊക്കാത്ത ആരോഗ്യാവസ്ഥയിലാകുകയും ചെയ്തു. പക്ഷേ ഒരു യന്ത്രം അതിന് നടത്തുന്ന പ്രകടനം, നിർമ്മിത ബുദ്ധി നടത്തുന്ന പ്രകടനം നമ്മൾ നിരീക്ഷിച്ചാൽ ആദ്യം നമുക്ക് തോന്നുന്നത് അത്ഭുതവും കൗതുകവുമാണ്. ഇത്രയും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ചിത്രം വരയ്ക്കുന്നതാണ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ChatGPTയോ മെറ്റയോ എല്ലാം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ സർഗശേഷി എന്ന് പറയുന്നത് മനുഷ്യർ വിലയിരുന്നിടത്തോളം കാലം അത് ആരുടെ മനസ്സിലാണോ പതിക്കുന്നത് അവിടെയാണ് ആ ക്രിയേഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എഴുതിയ ആൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് കേൾക്കുന്ന ആൾക്ക് അങ്ങനെ തോന്നി എന്ന് വരാം എന്നുള്ളതാണ്. ഇതിന് എന്താണ് നിർമ്മിത ബുദ്ധി എന്ന് ചോദിച്ചാൽ നമ്മൾ അതിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ MT വാസുദേവൻ നായർ ഒരു സാഹിത്യ സൃഷ്ടി നടത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനുഷ്യവൈഭവം കൊണ്ട് മാത്രം ചെയ്തൊരു കാര്യമെന്ന് പറയാനൊക്കില്ല. അദ്ദേഹത്തിൻ്റെ ലോകാനുഭവമുണ്ട്. വായനയിലൂടെ സിദ്ധിച്ച ഒരുപാട് വേറെ സർഗ സൃഷ്ടികളുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ എല്ലാവരുടെയും പുറത്തുണ്ട്. നമ്മളാരും അതിൽ നിന്ന് ഭിന്നരല്ല. MT വാസുദേവൻ നായരെ നമ്മൾ ജനിച്ചുടനെ തന്നെ കാട്ടിക്കൊണ്ട് താമസിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രണ്ടാം മുഴുവൻ എഴുതാനൊക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എഴുതാൻ നോക്കില്ല, വളരെ എളുതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പശ്ചാത്തലം നിർമ്മിത ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ അതിൻ്റെ 10 മടങ്ങായിട്ട് ലോകത്തെ ഒരു എഴുത്തുകാരനോ ചിത്രകാരനോ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വൈഭവം അല്ലെങ്കിൽ അതിൻ്റെ ലോക പരിചയം അതിനുണ്ടായിരിക്കുന്നു. ഞാനതിനെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ നിർവചിക്കുന്നത് നിർമ്മിത ബുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തെ 800 കോടി ജനങ്ങളുടെയും തലച്ചോറ് ഇളക്കിയെടുത്ത് അതിനെല്ലാം കൂടെ അമർത്തി ഒരൊറ്റ തലച്ചോറാക്കി ഒരു വ്യക്തിയുടെ തലയിൽ വെച്ച് കൊടുക്കും. ലോകത്തെ സകല ഭാഷയിലുള്ള സാഹിത്യ സൃഷ്ടികളും അറിയാം. ലോകത്തെ സകല ഭാഷയിലും ആൾക്കാർ സാമാന്യ ജനങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാം. അത്തരത്തിലൊരു അനുഭവമുള്ള ഒരു വ്യക്തിയെയും നമുക്ക് ഒരു സാഹിത്യകാരനെയോ ഒരു കവിയോ അല്ലെങ്കിൽ ഒരു ചിത്രകാരനെയോ നമുക്ക് കാണാൻ സാധിക്കില്ല. അത്ര വളരെ വൈവിധ്യമുള്ള ഇതിനെ വിജ്ഞാനം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അതിനെ വളരെ മെക്കാനിക്കലായിട്ട് കാണുന്ന രീതിയിലാണ്. ഭാഷയുടെ ഒരു വലിയ സാഗരം അത് ഒരു ചിപ്പിക്കുള്ളിലാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് നിർമ്മിത ബുദ്ധി നിൽക്കുന്നത്. അതിനെ നമ്മൾ ഒരു കാരണവശാലും കുറച്ച് കാണാൻ പാടില്ല. അങ്ങനെ ഒരു പ്രതിഭാസവും മനുഷ്യരിൽ ഇല്ല. പക്ഷെ അതിൻ്റെ മൂല്യം എന്താണെന്നുള്ളതിൽ നമുക്ക് ചർച്ച ഇനിയും തുടരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആയതുകൊണ്ടും ഇത്രയും വലിയ വ്യാപ്തി ഉള്ളതുകൊണ്ടും ഒരു സാഹിത്യകാരൻ്റെ കഴിവിന് തുല്യമായിട്ടുള്ള അതേ തലത്തിലേക്ക് ഉയർന്നോ എന്നുള്ള ചോദ്യത്തിന് ഇനിയും നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ തൽക്കാലം ഉത്തരം പറയുന്നത് അത്ര ശക്തിയോടെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ മധുവും സൂചിപ്പിച്ച പോലെ ഈ എഴുത്തുകാർക്കൊരു ഉത്കണ്ഠയുണ്ട്, അല്ലെങ്കിൽ ചിത്രകാരന്മാർക്ക് ഈ യന്ത്രം നമ്മുടെ സർഗശേഷി എടുത്തുകൊണ്ട് പോവുകയാണ്. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ ഉദാഹരണത്തിന് 10 എഴുത്തുകാരിരിക്കുന്നു, അവർക്ക് ഒരു 11ാമത് അതേ പ്രഭാവമുള്ളൊരു എഴുത്തുകാരൻ വരുന്നത് സ്വാഭാവികമായിട്ടും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരു പുതിയൊരാൾ വന്നാൽ ഇവരുടെ സർഗശേഷിക്കൊന്നും സംഭവിക്കേണ്ടതില്ല, അവർക്ക് എഴുതാം. പക്ഷെ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ വായനക്കാരുടെ എണ്ണത്തിൽ കുറച്ച് പേരുടെ അറ്റൻഷൻ വേറൊരാളുടെ അടുത്തോട്ട് പോകും. അത് നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് നമ്മുടെ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ യന്ത്രം വന്ന് സർഗസൃഷ്ടി നടത്തിയാൽ അതിന് സർഗശേഷി ഇല്ല എന്ന് വെച്ചാൽ തന്നെയും അത് വായിക്കുന്നവർക്ക് സർഗശേഷിയുള്ള അനുഭവമായിട്ട് തോന്നുകയാണെങ്കിൽ അവരത് വായിക്കും. ആ വായിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അറ്റൻഷൻ കുറേ ആ യന്ത്രത്തിനും കൂടെ കൊടുക്കേണ്ടി വരും.
ഇപ്പോൾ നമ്മൾ പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് 2 പാട്ടുകാർ 3 പാട്ടുകാരുണ്ടായിരുന്ന കാലത്ത് ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് പാട്ടുകാരുണ്ട്. സിനിമാ താരങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻസും പഴയ കാലത്ത് 25 വർഷം വരെ നീണ്ടു നിൽക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, 1-2 കൊല്ലം തല കാണിച്ചിട്ട് അവർ പോകുന്നു, വേറെ ആൾക്കാർ വരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഇതിനെ ഇങ്ങനെ നോക്കി ഒരു യന്ത്രം കൂടെ മനുഷ്യരുടെ സർഗ്ഗശേഷിയുള്ള മനുഷ്യരുടെ വലിയ നിരയിൽ ഇടയ്ക്ക് കുറച്ച് യന്ത്രങ്ങളും കൂടി ഇരിക്കുന്നു, അവരും കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അതും മനുഷ്യൻ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഈ സർഗ്ഗശേഷിയോടെ എഴുതിയ കവിക്കോ ചിത്രകാരനോ ഒന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ചിലർ ഈ പുസ്തകം വാങ്ങിക്കുന്നതിന് വരെ ഇപ്പുറത്ത് ഈ പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവരാമെന്നത്. പിന്നെ ഈ യന്ത്രം എന്ന് പറയുന്നതിന് മനുഷ്യത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ വലിയ ചോദ്യമാണ്. എനിക്കതിന് ഉത്തരം പറയാനൊക്കുന്നില്ലെങ്കിലും നമ്മൾ മനുഷ്യത്വത്തിന് അടുത്ത് നിർത്തി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണോ എന്ന് കടുപ്പിച്ചെടുത്ത് ചോദിച്ചാൽ അല്ല എന്ന് ഞാനും പറയേണ്ടി വരും. മനുഷ്യത്വം അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനാകാനൊക്കെ ഉള്ളൂ. ഇല്ല. പക്ഷേ ഒരുപക്ഷെ ഇത് ആത്മഹത്യ ചെയ്യുന്ന കാലത്ത്, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന കാലത്ത്, അത് മടി പിടിക്കുന്ന കാലത്ത് നമ്മളതിനെ മനുഷ്യത്വത്തിനടുത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കരുതാനൊക്കെ. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനതിന് മനുഷ്യനായിട്ട് കൂട്ടുന്നില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുപറ്റുക. യന്ത്രത്തിന് തെറ്റ് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ മനുഷ്യനായിട്ട് കരുതാനേ സാധിക്കില്ല. തെറ്റുപറ്റാത്തവരായ ആരുമില്ലെന്നൊക്കെ നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ. അടുത്തിടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നു, ഇത് ഒരു കുട്ടി അതിനോട് ചോദിച്ചപ്പം പോയി ചത്തൂടെ, അസൈൻമെൻറ്റ് എഴുതാൻ ചോദിച്ചപ്പം പോയി ചത്തൂടെ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായിട്ട് അപഗ്രഥിക്കേണ്ടതാണ്. എൻ്റെ വിവരങ്ങൾ മുഴുവൻ പുറത്ത് വന്നിട്ടില്ല. നമ്മൾ അതിനോട് ചോദിക്കുകയാണ്, ടെൽ മീ സംതിങ് നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അത് ആദ്യം കുറച്ച് ബുദ്ധിയെ നമ്മുടെ അടുത്ത് പറയും. അങ്ങനെയുള്ള ചോദ്യമൊന്നും എനിക്ക് ഉത്തരം പറയാൻ ഇഷ്ടമല്ല. അല്ല ശരി, സമ്മതിച്ചു, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ഞാനൊന്ന് അറിയട്ടെ എന്ന പല ആവർത്തി തിരിച്ചും മറിച്ചും ചോദിച്ചാൽ അതൊരുത്തരം പറയും. അപ്പോൾ അത് വലിയ വാർത്തയായി നമ്മുടെ പത്രങ്ങളിൽ വന്നിരുന്നു. കമ്പ്യൂട്ടറിന് മനുഷ്യത്വം വന്നതുപോലെ ആണ് അത് സംസാരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇനി അതിനെപ്പറ്റി വേറൊരു കാര്യം കൂടെ പറയാനുള്ള, ഞാൻ പറഞ്ഞു ഇതിൻ്റെ വികാസം ഒരു വളരെ ശൈശവ ദശയിലാണ്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ 5 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഓർത്തോണം. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ വിലയിരുത്തൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. അത് പാട്ട് പാടുന്നു, അല്ലെങ്കിൽ പടം വരയ്ക്കുന്നു, കവിത എഴുതുന്നു എന്നുള്ളത്. 5 വയസ്സുള്ള കുട്ടി ഇങ്ങനെ പെരുമാറുമെങ്കിൽ നമുക്കിനി വരും കാലത്തിൽ അതിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതുന്നു അത് മനുഷ്യശേഷിയെ കവച്ചു വയ്ക്കും. അപ്പോഴും നമുക്ക് ആ ചോദ്യം കാണും, ഇത് സർഗ്ഗശേഷി ആണോ, ശരിക്കും മനുഷ്യൻ്റെ ശേഷിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം നമ്മൾ ആ കാലഘട്ടം നമ്മൾ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഉത്തരം അല്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ആ അല്ല എന്ന് പറഞ്ഞതിന് ഒരു പ്രസക്തിയും ഇല്ല എന്നും കൂടെ ഞാൻ എന്നോട് ചേർത്ത് പറയുകയാണ്. ഡാലിയുടെ അടുത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ ഏറ്റവും മനോഹരമായിട്ട് പറയാനൊക്കെ ഉള്ളൂ. ഡാലി ഒരു ഷീസോഫിനിക്കായിരുന്നു എന്ന് നമുക്കറിയാം. മാനസിക വൈകല്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് പത്രക്കാരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനും ഒരു ഭ്രാന്തനും തമ്മിലുള്ള ഏക വ്യത്യാസം എനിക്ക് ഭ്രാന്തില്ല എന്ന് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഒരു യന്ത്രവും മനുഷ്യനും കൂടെ സമീപഭാവിയിൽ അത് മനുഷ്യനാണോ യന്ത്രം എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ല എന്ന് മാത്രമേ മനുഷ്യനുമായിട്ട് വ്യത്യാസമുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് യന്ത്രം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. സർഗ്ഗശേഷിയെക്കുറിച്ചിട്ടുള്ള ഉത്കണ്ഠ, സർഗ്ഗപ്രവർത്തനം നടത്തുന്നവർക്കുള്ള ഉത്കണ്ഠ കുറേയൊക്കെ വളരെ ഒരു സെൽഫിഷായിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് വരുന്നത്. നമ്മുടെ സ്ഥാനം പോകുമോ എന്നുള്ളൊരു സ്ഥാനം പോകുന്ന എനിക്ക് തോന്നുന്നു. കാരണം കുറേ കാര്യങ്ങൾ യന്ത്രം ഏറ്റെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനും കുറച്ച് പ്രേക്ഷകരും ആസ്വാദകരും ഉണ്ടാകുമെന്ന് മാത്രമാണ് തോന്നുന്നത്. സമയം തീർന്നില്ല. സമയത്തിൻ്റെ പ്രശ്നമില്ല. ഒരു 10-15 മിനിറ്റ് നമുക്ക് എടുക്കാം. ഞാൻ സാറും ശാസ്ത്രീയ സംഗീതം നന്നായിട്ട് അറിയുന്നയാളും കച്ചേരികൾ നടത്തുന്നയാളും, അതായത് പാട്ടിനെ ആ നിലയ്ക്ക് മനസ്സിലാക്കുകയും അത് ഒരു പെർഫോമൻസ് ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നയാളാണ്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിനകത്ത് തുടക്കം തൊട്ടുള്ള ആളാണ്. എനിക്ക് സാറിനോടുള്ള ഒരു സ്പെസിഫിക്കായിട്ടുള്ളൊരു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം, മുമ്പ് സാറേ ഈ ടെക്നോപാർട്ടി ഇനാപ്പിലുണ്ടായിരുന്ന സതീഷ് ഒരു രാഗങ്ങളെ തിരിച്ചറിയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, രാഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സോഫ്റ്റ്വെയർ. നമ്മൾ പാട്ടിട്ട് കൊടുത്താൽ മതി, ഏത് രാഗമാണെന്ന് പറയും. അന്നൊരു ഭയങ്കര കൗതുകമായിട്ട് നമുക്ക് തോന്നിയിരുന്നു. എനിക്കൊന്ന് ദൂരദർശനത്തൊക്കെ അന്ന് അതിൻ്റെ ഒരു പരിപാടിയൊക്കെ വന്നിരുന്നു. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അതൊരു വലിയൊരു വിഷയമല്ല. അതായത് ഈ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്ത് എടുത്ത ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ഒരു 25 വർഷം മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിയെ ചെയ്തിരിക്കുന്നത്. വളരെ ടെക്നോളജി വളരെ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്താൽ. ഇപ്പോൾ ഈ
സാറിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു റോബോട്ടിനെ ഉണ്ടാക്കി ഇവിടെ ജുബ്ബയൊക്കെ ഇടിച്ച് ഇതേ ഇതിലുള്ള ഷേപ്പുള്ള വെച്ച് നമ്മൾ ഇതേ രീതിയിൽ ഒരു കച്ചേരി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഇതിനകത്ത് ആ കച്ചേരിക്ക് ഉണ്ടാവുമോ? ഞാൻ ഉത്തരം പറയുന്നതിനേക്കാളും നല്ലത് കേൾപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ അല്ല, ഇത് രണ്ട് വയലിൻ കേൾക്കുന്നു. വിർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി വയലിൻ വായിക്കുകയാണ്. കർണാടക സംഗീതമാണ് വായിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഫോളോ ചെയ്യാനായിട്ട്, വയലിനും അല്ലെങ്കിൽ ഒരു മെഷീൻ സംവിധാനത്തിന്. ഇത് കൂടെ AI ഉപയോഗിച്ച് ട്രെയിൻ ചെയ്ത ഒരു വയലിൻ അതിൻ്റെ കൂടെ വായിക്കുകയാണ്. നിങ്ങളൊന്ന് ചുമ്മാ കേട്ടു നോക്കും. ഇത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, ഞാനതാണ് നേരത്തെ പറഞ്ഞത്, എനിക്ക് യാതൊരു അത്ഭുതമില്ല ഈ യന്ത്രം നാളെ ജുബ്ബയിട്ട് വന്ന് പിന്നെ ഇരുന്ന് കച്ചേരി നടത്തിക്കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവർ കാണുകയും ചെയ്യും എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് സംഗീതം കേൾക്കുമ്പോൾ ഇത് യന്ത്രമാണോ ചെയ്ത മനുഷ്യനാണോ? എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പാട്ടുകാരെ കലാകാരന്മാരെയൊക്കെ അവരുടെ അടുത്ത് നിന്ന് അവരുടെ സ്വഭാവമൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ അടുത്തോട്ട് പോരുത്, അവരുടെ പാട്ട് കേൾക്കുക. ഈ പാട്ട് വളരെ ദൈവികമാണെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് പാടി തുടങ്ങിയിട്ട് അത് നിർത്തുന്നവരെയാണ് ആ ദൈവികത്വം. അതിൻ്റെ തൊട്ട് മുമ്പ് അത് കഴിഞ്ഞിട്ട് സ്വഭാവം ചിലപ്പോൾ വളരെ മോശമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ യന്ത്രത്തിനെ ചെന്ന് തിരിച്ച് ആ ജുബ ഊരി മാറ്റി യന്ത്രമാണോ എന്ന് നോക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. കാരണം ഈ സംഗീതം അതിൻ്റെ മനോഹാരിത പൊഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, ആ യന്ത്രത്തിലല്ല. ആ യന്ത്രത്തിന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുന്ന ആൾ ഒരുപാട് സുഖം അനുഭവിക്കുന്നുണ്ട്. അത് ഈ യന്ത്രം അനുഭവിക്കുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇല്ല. യന്ത്രത്തെ ഇങ്ങനെ പാടുന്നതായിട്ട് പോലും അറിയില്ല. പക്ഷേ കേൾക്കുന്നവർക്ക് ഇത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ പെട്ടെന്ന് കാണിക്കാനത്തുകൊണ്ട് എനിക്ക് എൻ്റെ ഉത്തരം ഫലപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ 2 രാഗങ്ങൾ, ശങ്കരാഭരണം, സിംഹേന്ദ്ര മധ്യമം, ഏത് ടോപ്പ് A ഗ്രേഡ് വയലിനിസ്റ്റ് വായിക്കുന്നതിനെയും തോപ്പിച്ചുകൊണ്ട് ആ യന്ത്രം അത് കേട്ടിട്ട് കൂടെ വായിക്കുകയാണ്. ഒരു വിധത്തിലുള്ള, അപ്പോൾ അതിന് മാർക്ക്, എനിക്ക് ശാസ്ത്രീയ സംഗീതം അറിയുന്നുണ്ട്, ഞാൻ മാർക്ക് ഇടുന്നത് 100-ൽ 100 മാർക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സാഹിത്യത്തെക്കുറിച്ച് ഇപ്പം ഏതെങ്കിലും ഒരു കൃതിയുടെ ഇപ്പം വിജയനൊക്കെ സാക്കിൻ തിയാസിൻ്റെ അവസാനിക്കുന്ന നമുക്കെല്ലാം അറിയാം. പിന്നെ പല്ലു മുളയ്ക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ കൃതി, ഒരു പാമ്പിനെ കുത്തുന്ന ഒരു രംഗം പറഞ്ഞിട്ട് ബസ് വരാനായി രവി കാത്തുകിടന്നു. ബസ് വരാനായി രവി കാത്തുകിടന്നു എന്നതുകൊണ്ട് കഥാകൃത്ത് നോവലിസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറെ. വിജയം പോലും അതിൻ്റെ മറുപടി പറഞ്ഞിട്ടില്ല. നമ്മളപ്പോൾ അറിയാം, സാഹിത്യകൃതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറയുന്നതല്ല, അതിനപ്പുറത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് മഹാന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. വായിക്കുന്നതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ളൊരു കാര്യം ഒരു യന്ത്രത്തിന് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ പിന്നെ മാക്ബത്തിനകത്ത് ലേഡി മാക്ബത്ത് പറയുന്നു, ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ ദിസ് ലിറ്റിൽ ഹാൻഡ്. അങ്ങനെ ഒരു വാചകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന അനുഭവ സമ്പത്തുകളും നോളജും എല്ലാം എടുത്തു വെച്ചാലും യഥാർത്ഥ ക്രിയേറ്റിവിറ്റിയുടെ ഒത്തിരി തലങ്ങളിൽ ഒത്തിരി സാഹിത്യകൃതികളും കലാകാരന്മാരും ഇൻഫർമേഷൻസും എല്ലാം വെച്ചിട്ട് അതിൽ നിന്നൊരു സംഗതി ഉണ്ടാക്കിയെടുക്കുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരാശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഈ യന്ത്രം മനുഷ്യൻ്റെ ഇതിന് ഓവർകം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കാര്യം കൂടെ പറയാം. ഞാനിപ്പം ഡോക്ടർ മധു ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ 3 വാചകം ഞാൻ ഈ IT പിന്നെ AI കൊടുത്തു. ഒന്ന്, ഒരു റോഡിൽ പെട്രോൾ ഒഴുകി കിടക്കുന്നു. 2, ഒരു കുട്ടി അതുകൂടെ നടന്നു പോകുന്നു. 3, ഒരാൾ സൈഡിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നു. വെറുതെ തമാശയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ഇത് കേട്ടപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് ഇട്ടാണ്. ഒരു കഥ എനിക്ക് അടിച്ചു വന്നു. പക്ഷേ ആ കഥ ഞാൻ എന്ത് മനസ്സിൽ ചിന്തിച്ചു ആ കഥ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അതിനകത്ത് ഇതൊരു ട്രക്കിൽ നിന്നാണോ ചോർന്നെന്നുള്ള തൊട്ടുള്ള വിശദീകരണങ്ങൾ സഹിതം പിന്നെ അവിടുത്തെ ഒരു സിവിക് സെൻസിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള കുറച്ച് കഥയാണ്. ഇൻ്റലക്ച്വലാണത്, വേറെ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ളതാണ്, അതല്ല ക്രിയേറ്റിവിറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും മനുഷ്യൻ്റെ ആ സർഗാത്മകതയെ ഒരിക്കലും യന്ത്രം കവച്ചു വെക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സാറ് സംസാരിക്കുന്നത്
ഇതിനകത്തൊരു 1-2 പോയിന്റ് ആഡ് ചെയ്തിട്ട് ഉത്തരം പറയാം. നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയോടെ ഉണ്ട്. മധു ഒക്കെ നേരത്തെ അതിൻ്റെ ഒരു ബേസിക് പ്രൊപ്പോസിഷൻ ഉണ്ട്. ഒന്ന്, യന്ത്രത്തെ മനുഷ്യനിൽ നിന്ന് അടർത്തി മാറ്റി ചിന്തിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം യന്ത്രം മനുഷ്യൻ്റെ പാർട്ടാണ്. ഇപ്പം ഈ പറയുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന പ്രസാദ് ചിന്തയിലെ ഗ്രാഫിക് ആർട്ടിസ്റ്റാണ്, അവിടെ പുറകെ ഇരിക്കുന്ന ദീപ ചിന്തയിലെ DTV ഓപ്പറേറ്ററാണ്. ഇവരൊക്കെ വർക്ക് ചെയ്യാനായിട്ട് യന്ത്രം ഇല്ലെങ്കിൽ നിങ്ങൾ തൊഴിലാളി ഇരുന്നിട്ട് കാര്യമില്ല. യന്ത്രം ഇവരുടെ പാർട്ടാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പക്കലും ഒരു യന്ത്രമുണ്ട്, ഒരു മൊബൈൽ ഫോണുണ്ട്, സ്മാർട്ട് ഫോണുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് കണക്ടിവിറ്റി പോയാൽ തന്നെ നമ്മളെ പ്രവർത്തനം നിലയ്ക്കുന്ന പോലെ ഒരു സംഭവത്തിലേക്ക് മനുഷ്യൻ വരികയാണ്. അപ്പം മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ള ഒരു സ്ഥായി ഭാവമുള്ള ഒരു സംഭവമാണോ എന്നുള്ളൊരു ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു ചോദ്യം അതിനകത്ത് ഉണ്ട്. മനുഷ്യൻ ഇപ്പോൾ ഒരു ഉപകരണമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഉപകരണം മാത്രം കയ്യിലൊരു മനുഷ്യനും ഏറ്റവും ഏതാ ചങ്ങമ്പുഴയും കീറ്റ്സും വേർഡ്സ്വർത്തും ഒക്കെ കവിത എഴുതിയിരുന്ന കാലത്ത് ഉപകരണം പേനയായിരുന്നു, യന്ത്രം പേനയായിരുന്നു. അങ്ങനെ കൂടെ ചിന്തിച്ചാണോ? ഓക്കെ, അത് അതിൻ്റെ ഉത്തരം പറയട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞ ആ ഒരു ഉപകരണത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഉള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലത്തിലും ഓരോ മനുഷ്യനായിരിക്കും. യന്ത്രമാണ് മനുഷ്യനെ ഒരുപക്ഷെ സൃഷ്ടിച്ചത് എന്നും കൂടെ പറയാം. ഇനി നാളത്തെ മനുഷ്യൻ വേറെ രൂപത്തിലുള്ള മനുഷ്യനായി മാറുമോ എന്നുള്ള കാര്യം പോലും നമുക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പം മധു അതാ പറഞ്ഞത്. അപ്പം ഈ ഒരു ചോദ്യത്തിലേക്ക് മധു. അതിന് മുമ്പ് എനിക്ക് അച്യുത് ശങ്കർ സാർ പറഞ്ഞ ചില കാര്യങ്ങൾ പൂർണ്ണ യോജിപ്പാണ്. ചില കാര്യങ്ങളിലല്ല, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും. അതിലെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം പിന്നെ പ്രോംപ്റ്റ് എന്ന് പറയുന്നൊരു സംഗതി. ഇപ്പോഴും മനുഷ്യർ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഇപ്പം പല ഇതിലിപ്പം ഞാൻ ഈ 2 ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളൊരു സംഭവം ഈ 2023 വന്നിട്ടുള്ളൊരു നോവലാണ്. ഫ്രാൻസിലെ ഒരാൾ ഒരു AI എഴുതിയ ഒരു നോവല് പുറത്തു വന്നു. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ വരുന്ന ഒരു നോവലാണ്. അപ്പോൾ ഈ നോവലിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ ഞാനത് കുറച്ച് ഫോളോ ചെയ്യണ്ടായി. ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രോംപ്റ്റ് അനുസരിച്ച് വരുന്ന കഥകൾ എന്നൊക്കെ പറയുന്നത് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പക്ഷേ ഈ നോവലിനെ പറ്റി പറയുന്നത് ലക്ഷണമൊത്ത ഒരു നോവലിൻ്റെ ലക്ഷണമൊത്തം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അഭിരുചിയുടെ പ്രശ്നമല്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് വേറെ. ഖസാക്കിൻ്റെ നമുക്ക് ഇഷ്ടമായത് പലതരത്തിലുള്ള അഭിരുചിയുടെ ഒരു ചരിത്രത്തിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും നമുക്കത് ഇഷ്ടാവുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി പൊതുവേ പറയുന്നത് സാഹിത്യ നിരൂപണ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ലക്ഷണമൊത്തൊരു നോവലാണെന്ന്. ആദ്യമായിട്ട് AI പുറത്തു വന്ന് AI എഴുതിയിട്ടില്ല. അതിൽ ഈ പറഞ്ഞ 95% AI ആണായിട്ടുള്ളത്. 5% മാത്രമാണ് അതിൽ പ്രോംപ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഉള്ളതെന്നാണ്. അപ്പോൾ ആ നോവലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് അതിലും ഈ പറഞ്ഞ പോലെ അഗത ക്രിസ്റ്റി ഉണ്ട്. ഇങ്ങനെ പല ആൾക്കാർ ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എഴുതിയിട്ടുള്ളവരുടെ സങ്കേതങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പലതും ആ രീതിയിലൊക്കെയാണ്. പക്ഷേ അതിന് ഈ പറഞ്ഞ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. അതിൻ്റെ സസ്പെൻസൊക്കെ നിലനിർത്തിക്കൊണ്ട് വളരെ വിദഗ്ധമായി എഴുതപ്പെട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം അതിൻ്റെ പേര് ഡെത്ത് ഓഫ് എൻ ഓഥർ എന്നാണ്. ഓക്കെ, അതാണ് വളരെ കൗതുകകരമായിട്ടുള്ളത്. അതായത് ഒരു ഓഥറിൻ്റെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ക്രൈം, അതാണ് അതിൻ്റെ ക്രൈമിൻ്റെ ഒരു സീൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് അതിൽ ഓഥർ ആരാന്നുള്ള ചോദ്യം ചോദിക്കാം. ഈ പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണോ? ആ പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ള ആളുടെ പേര് മാർഷേ എന്ന മറ്റോ ആണ് അയാൾ. പക്ഷേ അതിൽ തൂലികാനാമമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മർഷിൻ എന്നാണ്. അതായത് മെഷീനാണ് അത് ചെയ്തതെന്നുള്ള രീതി. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. അതിൽ ആ മിനിമം ആയിട്ടുള്ള പ്രോംപ്റ്റിനാണോ, അതിൽ സർഗാത്മകതയുടെ തലം ഇതിൽ ഏതിലാണ്? ഈ പ്രോംപ്റ്റിൻ്റെ ഈ 5% അതോ 95% ഈ റൈറ്റിംഗ് എന്ന് പറയുന്ന ഇതിലാണോ? ഇതൊരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ഈ AI ഇപ്പം സാറിന് ചിലപ്പോൾ അത് കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. ഈ മെഷീനെ പറ്റിയിട്ടുള്ള പഠനങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വളരെ ഒരു പാരഡോക്സിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇതെന്ന് പറയുന്നത് മനുഷ്യർക്ക് വളരെ അനായാസമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മെഷീൻ വളരെ ആയാസകരമാണ്. നേരെ മറിച്ച് മനുഷ്യർക്ക് വളരെ ആയാസകരമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മെഷീന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു വലിയ പാരഡോക്സിക്കലായിട്ടുള്ളൊരു സാധനമായിട്ടാണ്. കാരണം നിങ്ങൾക്ക് ചെസ്സ് കളിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റലക്ച്വലി ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ ബ്രെയിൻ്റെ പക്ഷേ ഒരു മെഷീന്, ഒരു കമ്പ്യൂട്ടറിന് ചെസ്സ് കളിക്കാൻ വളരെ ഈസിയാണ് ആ അർത്ഥത്തിൽ.
നേരെ വെച്ചാൽ എനിക്ക് നടക്കുക എന്ന് പറയുന്നത് വളരെ അനായാസമായി നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് നടന്നു പോകും. ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ എൻ്റെ ബോഡിയെ നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളത്, അവിടെ ഇവിടെ തട്ടാതെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്, ഒരു ഡാൻസ് ചെയ്യുക എന്നുള്ളത്, ഇത് വളരെ അനായാസമായ എൻ്റെ ശരീരത്തിൻ്റെ ചലനം മെഷീന് വളരെ ആയാസകരമായിട്ട് തന്നെ. എത്ര വലിയ മെഷീനായാലും അതിൻ്റെ ചലനത്തിൽ ആ സ്വാഭാവികത ഇല്ല എന്ന് നമുക്കറിയാം. ആ സ്പേസ് ഓറിയൻറ്റേഷൻ ഇങ്ങനെ പല. അപ്പോൾ ഇതിൽ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ഏതിലാണ് പെടുത്തുക? ഇത് അനായാസമായിട്ടുള്ളൊരു കാര്യമാണോ അതോ നമ്മൾ വളരെ ആയാസകരമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളതാണ് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു ചോദ്യം. ഇത് ഒരു വലിയൊരു ഡിസ്കഷനിലേക്ക് നയിക്കുന്നുണ്ട് ഈ ചോദ്യം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണ് വാസ്തവത്തിൽ? ഈ ബോഡിയുടെ അനായാസമായിട്ടുള്ള ചലനം പോലെ ഒന്നാണോ അതോ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വളരെ ആയാസകരമായിട്ടുള്ള ഒരു ചെസ്സ് കളിക്കുന്ന പോലെ കാര്യമാണോ ഒരു ആർട്ടിസ്റ്റ് സത്യത്തിൽ ചെയ്യുന്നത്? അപ്പോൾ അതിൽ സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ അനായാസമായിട്ട് ചെയ്യുന്നൊരു സംഗതിയുണ്ട്. മനുഷ്യർ വളരെ അനായാസകരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നുണ പറയുക എന്ന് പറയുന്നത് വളരെ അനായാസമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് മനുഷ്യർ. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഒരു നോവൽ എഴുതുക എന്ന് പറയുന്നത്. സത്യത്തിൽ നുണയാണല്ലോ ഇത്, ഇല്ലാത്തൊരു കാര്യം പറയലാണ്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം പറയുക, ഒരു ഭാവനയിൽ ഒരു കാര്യം പറയുക, അവതരിപ്പിക്കുക എന്ന് പറയുന്ന വളരെ സ്വാഭാവികമായ ഒരു ക്രിയയായിരിക്കും ചിലപ്പോൾ ആർട്ടിലുണ്ടാവുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അത് വളരെ അത്ര അനായാസമായിട്ട് ചെയ്യാനൊരു മെഷീനത് പറ്റുന്നതല്ല. ഈ ഒരു പാരഡോക്സ് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ രഞ്ജിത്ത് പറഞ്ഞതിലേക്ക് വന്നുകൊണ്ട് അതിലെ ചുരുക്കമാണ്, മെഷീനും യന്ത്രവും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന മെഷീനും ഈ സർഗാത്മകതയും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു. അത് പഴയൊരു ഒരു 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 ദ്വന്ദ്വ കൽപ്പനയുടെ ബാക്കിയാണ് നിൽക്കുന്നത്. മനസ്സും ശരീരവും രണ്ടാണ്. നമ്മളുടെയൊക്കെ സർഗാത്മകമായ എന്തോന്ന് ഉള്ളിലുണ്ട്. ശരീരം വളരെ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു ആത്മാവ് ശരീരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദ്വന്ദ്വമാണ് ഞാൻ ഈ മനുഷ്യനും പിന്നെ യന്ത്രവും എന്നുള്ളൊരു ദ്വന്ദ്വത്തെയും കാണുന്നത്. ആ ഒരു യുക്തി എത്രത്തോളം ഭദ്രമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയായിരിക്കും ചിലപ്പോൾ ഇത്. ഈ രഞ്ജിത്ത് പറഞ്ഞതിനൊക്കെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഞാൻ പോകും. എൻ്റെ ബുദ്ധി വളരെ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ശരിക്കും. എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞത് പോലും പറയുന്നത് ശരിയല്ല എന്നാണ് പറയുക. കാരണം എനിക്ക് അതിലൊരു ഓണർഷിപ്പും ഇല്ല. അതെങ്ങനെയോ വളരെ യാന്ത്രികമായിട്ട് മെക്കാനിക്കലായിട്ട് പ്രവർത്തിക്കുക ചെയ്യുന്നത്. എൻ്റെ ഹൃദയം വളരെ മെക്കാനിക്കലായിട്ട് മെഷീനിക്കായിട്ട്, മെക്കാനിക്കൽ എന്നല്ല പറയേണ്ടി വരിക, ചിലപ്പോൾ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുകയാണ്. എനിക്കതിൽ യാതൊരു ഉടമസ്ഥതയില്ല. എൻ്റെ വില്ലൊന്നും അതിൽ ബാധകമല്ല. എൻ്റെ നാഡികൾ പ്രവർത്തിക്കും. അപ്പോൾ എൻ്റെ തന്നെ ഉള്ളിലുള്ള ഒരു യാന്ത്രികതയുടെ ഒരു പുറത്തേക്ക് വന്നൊരു രൂപമായിരിക്കും ചിലപ്പോൾ യന്ത്രം എന്ന് പറയുന്നത്. എൻ്റെ ബ്രെയിൻ തന്നെയാണ് ഈ പുറത്ത്. എൻ്റെ ബ്രെയിൻ്റെ ഒരു കഷ്ണമായിരിക്കും ഈ മൊബൈൽ എന്ന് പറയുന്നത്. അത് പോക്കറ്റിലിട്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. അല്ലെങ്കിൽ ഈ വാച്ച് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി എൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും. ഈ ചക്രം എന്ന് പറയുന്നത് എൻ്റെ കാലിൻ്റെ വേഗതയാണ് ആ ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് പുറത്തല്ല, മനുഷ്യരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ടെക്നോളജി. ഞാൻ കുറച്ചുകൂടി കടത്തി പറയും, മനുഷ്യനൊരു ടെക്നോളജിക്കൽ ആർട്ടിഫാക്റ്റാണ് എന്ന് പറയും. നിങ്ങൾ തന്നെ ഉണ്ടാക്കപ്പെട്ടത് നമ്മുടെ ശരീരം പോലും. ഇപ്പോൾ എംഗൽസ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ ഈ ലേബറിൻ്റെ ഉൽപ്പന്നം അല്ല, നിങ്ങളുടെ കൈ എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ ഉപകരണം മാത്രമല്ല, അതിൻ്റെ ഉൽപ്പന്നമാണ് എന്നാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതാണ്. അതായത് ഫിസിയോളജിക്കലി തന്നെ നിങ്ങളുടെ ശരീരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മെഷീനും ഒക്കെ കൂടിയിട്ടായിരിക്കും ടെക്നോളജി, ഉപകരണങ്ങൾ. അപ്പോൾ മനുഷ്യൻ, പ്രകൃതി, യന്ത്രം, ഈ മൂന്നിനെയും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമായിരിക്കും ഇനിയുള്ള. പണ്ട് നമ്മൾ മനുഷ്യൻ പ്രകൃതി എന്നുള്ളൊരു ദ്വന്ദ്വത്തിലാണ് സംസാരിക്കാറ്. ഇതിൽ പെടുത്താറില്ലേ. പക്ഷേ ഈ ഒരു രീതിയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഹ്യൂമൻ എസെൻസ്, ഹ്യൂമൻ നേച്ചർ എന്നുള്ള സങ്കല്പം തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പേസ് മേക്കർ ഘടിപ്പിച്ച ഒരാൾക്ക് മെഷീൻ നിങ്ങളുടെ ഉള്ളിലാണ്, ശരീരത്തിനുള്ളിലാണ്. ഒരു ഇപ്പോൾ കയ്യിൽ പുറത്ത് ഒരു വാച്ചുള്ള പോലെ പോലും അല്ല, എൻ്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ ഹ്യൂമനോയിഡ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ഈ ബന്ധത്തിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വേണ്ടി വരും ചിലപ്പോൾ ഈ സർഗാത്മകതയും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ തോന്നുന്നു. ഈ സാർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം മനുഷ്യർ തന്നെ എത്രത്തോളം ക്രിയേറ്റീവാണെന്ന് ചോദിക്കേണ്ട ഒരു സന്ദർഭമായിരിക്കും ഇത്. ഒരു യന്ത്രം ക്രിയേറ്റീവ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു യന്ത്രം തിരിച്ച് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റീവ് ആണെന്നാണ്. ആ ചോദ്യമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരാൾ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, നമ്മുടെ നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റിയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത് വലിയ കാര്യമാക്കണ്ട, നിങ്ങൾ കൃത്രിമ ബുദ്ധിയല്ല, നിങ്ങളുടെ നാച്ചുറലായിട്ട് സ്റ്റുപ്പിഡിറ്റി മനുഷ്യൻ്റെ, അതിലേക്ക് ചോദ്യം, അതിലേക്കൊരു ചൂണ്ടുവരൽ ആയിട്ടാണ് മെഷീനെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സാർ എന്തെങ്കിലും സമയം കഴിഞ്ഞു? ഓക്കെ. അപ്പോൾ ഇതൊരു ചർച്ച, ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുക മാത്രമേ ഇവിടെ പറ്റുള്ളൂ. ഒന്ന്,
നമ്മൾ വളരെ പ്രാഥമികമായ ഒരു തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചും അതിൻ്റെ ചർച്ച ചെയ്യേണ്ടതാണ്. അതെ. ഏറ്റവും രസകരമായി വന്നത് ഇപ്പോൾ അവസാനത്തെ ഇവരുടെ രണ്ടുപേരുടെ സംഭാഷണം വന്നപ്പോഴാണ്. അതെ അത് വാസ്തവത്തിൽ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി വരികയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ സമയമില്ല. ഉണ്ട് സമയപരിമിതി കൊണ്ട് നിർത്തുന്നു. വളരെ ഹ്രസ്വമാണെന്നുണ്ടെങ്കിലും പക്ഷേ അർത്ഥാദീപ്തമായ ഒരു സെഷനായിട്ട് ഇതിനെ കരുതുന്നു. നന്ദി, നമസ്കാരം.